ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ഡേറ്റിൽ ഡിഫറെന്റ് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് അനുസരിച്ച് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്ത ഡേറ്റും ആ അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനം എന്നാണ് അന്ന് വരെയുള്ള ആ പീരീഡ് എത്രയാണ്. അതായത് ഇപ്പൊ ഈ എക്സാമ്പിളിൽ നമുക്കിവിടെ 2022 ജൂൺ 1 വിഡ്രോ ചെയ്തത്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എന്നാണ് 31 മാർച്ചാണ്. അപ്പോൾ ജൂൺ 1 എന്ന് പറയുമ്പോൾ ജൂൺ മാസം ഉൾപ്പെടെ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ജൂൺ മുതൽ 31 മാർച്ച് വരെ എത്ര മാസം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ വിഡ്രോ ചെയ്ത എമൗണ്ടും ഈ പീരീഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കിട്ടുന്ന എമൗണ്ട് ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ആവറേജ് പീരീഡ് നമ്മളിവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ 1 മന്ത് ആണ്. അപ്പൊ നമ്മളിവിടെ സം ഓഫ് പ്രോഡക്ട്സ് ഇൻറ്റു 1/12 ഇൻറ്റു റേറ്റ് ബൈ 100 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. നമുക്കിവിടെ ഏറ്റവും മുകളിൽ എഴുതാം കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ ഇതിൽ നമുക്കിവിടെ അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനം എന്നാണ് 31 മാർച്ചിലാണ് അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനം വരുന്നത്. നമ്മളിവിടെ ഡേറ്റ് എഴുതി, ദെൻ എമൗണ്ട് എഴുതി. ഇനി നമുക്ക് എഴുതേണ്ടത് പീരിയഡ്, അതായത് എത്ര മാസം ഉണ്ട്, അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിൽ എത്താനായിട്ട് എത്ര മാസം ഉണ്ടെന്ന് നമുക്ക് നോക്കണം. അതിനുശേഷം പ്രോഡക്റ്റ്. ഫസ്റ്റ് ജൂൺ. ഇപ്പൊ ഫസ്റ്റ് ജൂൺ മുതൽ 31 മാർച്ച് വരെ എത്ര മാസമാണ് നമുക്ക് വരുന്നത്? നമുക്ക് എണ്ണി നോക്കണം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 10 മാസമാണ് നമുക്ക് അവിടെ തന്നത്. അപ്പൊ പീരീഡിന്റെ നേരെ എന്തെഴുതണം? 10 എന്നെഴുതണം. വിഡ്രോവല് 10,000 ആണ്. എമൗണ്ട് വിഡ്രോൺ 10,000. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 1 lakh എന്ന് കിട്ടും. 10,000 ഇൻറ്റു 10 1 lakh കിട്ടും. ദെൻ അടുത്തത് ഒക്ടോബർ 1. ഫസ്റ്റ് ഒക്ടോബർ വിഡ്രോവൽ എമൗണ്ട് 12,000. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഫസ്റ്റ് ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ മുതൽ മാർച്ച് 31 വരെ എത്ര മന്ത് ഉണ്ടെന്ന് നോക്കണം. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 6 മന്ത്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ 6 എന്ന് കൊടുത്തു. 6 ഇൻറ്റു 12,000 നമുക്കിവിടെ 72,000 എന്ന് കിട്ടി. ദെൻ തേർഡ് വിഡ്രോവല് ജാനുവരി 1. ജാനുവരി വിഡ്രോ ചെയ്ത എമൗണ്ട് 14,000. അപ്പൊ 14,000 ആണ് വിഡ്രോ ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ജാനുവരി മുതൽ 31 മാർച്ച് വരെ 3 മന്ത്സ് ആണുള്ളത്. അപ്പൊ നമുക്കിവിടെ ഡ്രോയിങ്സ് കിട്ടുന്നത് 42,000. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. നമുക്ക് 1,24,000 ഇത് കിട്ടി. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനായിട്ട് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇത് മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് എന്നുള്ള കാര്യം മറക്കരുത്. നമുക്കിവിടെ 1,24,000 ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് എത്രയാണ്? 12%. 12/100 ഇൻറ്റു 1/12. നമുക്ക് ആൻസർ കിട്ടാം 1,240 ആൻസർ കിട്ടി.
ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് സാധാരണ നമ്മൾ ചോദിച്ചു കാണുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഈ ജൂൺ മാസത്തിലാണ് സേ പരീക്ഷയ്ക്ക് ചോദിച്ചത്. മോഹൻ is a partner in a firm. He withdrew the following amounts during the year 2023. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നോക്കുക. ഫെബ്രുവരി 1 4,000, മെയ് 1 10,000, ജൂൺ 30 4,000. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ മെയ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മെയ് മാസം ഉൾപ്പെടെ എടുത്തത്. ഇവിടെയാണെങ്കിലോ ജൂൺ 30 എന്ന് പറയുമ്പോഴോ ജൂൺ മാസം എടുക്കേണ്ട ആവശ്യമില്ല, ജൂലൈ മുതലാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഒക്ടോബർ 31, ഒക്ടോബർ വേണ്ട, നവംബർ മുതൽ. ഡിസംബർ 31 എന്ന് പറയുമ്പോൾ ഡിസംബർ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. Interest on drawings is to be charged at the rate of 7.5% per annum. Calculate the amount of interest to be charged on Mohan's drawings for the year ending 31st December. അപ്പോൾ 31st ഡിസംബറിലാണ് ഇയർ എൻഡ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 31st ഡിസംബർ വരെ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് ഡിസംബർ 31st നമ്മളിവിടെ ഫസ്റ്റ് വിഡ്രോവൽ വന്നിരുന്നത് ഫെബ്രുവരി 1 അപ്പോൾ ഡിസംബർ 31 വരെ നമുക്ക് എത്ര മാസമാണ് വരുന്നത്? 11 മന്ത്സ് ആണുള്ളത്. അപ്പോൾ പീരിയഡിന്റെ താഴെ 11 എന്ന് കൊടുത്തു. ഇനി നമുക്കിവിടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 11 into 4,000 44,000 കിട്ടി. ദെൻ മെയ് 1, അപ്പോൾ മെയ് മാസം ഉൾപ്പെടെ വേണം നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ നമുക്കിവിടെ എത്ര മാസം കിട്ടി? 8 മന്ത്സ് ആണ് കിട്ടിയത്. അപ്പോൾ 8, അപ്പോൾ 10,000 into 8 എന്ന് പറയുമ്പോൾ 80,000 ഇത് കിട്ടി. ദെൻ ജൂൺ 30, അപ്പോൾ ജൂൺ മാസം എടുക്കണ്ട. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 6 എന്ന് എഴുതി. ഇവിടെ നമുക്കിവിടെ 6 into 4,000 24,000 കിട്ടി. ദെൻ ഒക്ടോബർ 31, അപ്പോൾ ഒക്ടോബർ വേണ്ട, നവംബർ, ഡിസംബർ 2 മാസമാണ് വരുന്നത്. അപ്പോൾ 12,000 into 2 എന്ന് പറയുമ്പോൾ 24,000 കിട്ടി. ദെൻ ഡിസംബർ 31, അപ്പോൾ നമുക്ക് അവിടെ പീരിയഡ് ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എമൗണ്ട് അവിടെ വരണില്ല. കാരണം ലാസ്റ്റ് ഡേറ്റിലാണ് എന്ത് ചെയ്തത്? വിഡ്രോ ചെയ്തത്. ഇനി നമുക്ക് നോക്കാം ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. $1,72,000 ഇത് കിട്ടി. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ 1 month ആണ് ഇവിടെ വരുന്നത്. ഡ്രോയിങ്സ് ഫോർ 1 month നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ പ്രോഡക്റ്റ്. നേരത്തെ നമ്മൾ ഇക്വേഷൻ എഴുതിയതാണ് പ്രോഡക്റ്റ്. 1,72,000. നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് 7.5 ആണ്. 7.5 by 100 ഇൻറ്റു നമുക്ക് കൊടുക്കേണ്ടത് 1/12. നമുക്കിത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 1074.7 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 1,075 എന്ന് നമുക്ക് ആൻസർ എടുക്കും. ദി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫോർ 1 month ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഇതുപോലെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാർച്ച് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫ്രം ദി ഫോളോയിങ്. ജാനുവരി 1, 2018 12,000, February 28 6,000, April 1
ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഏപ്രിൽ മാസം ഉൾപ്പെടെ കൗണ്ട് ചെയ്യണം. 8,000, ഓഗസ്റ്റ് 1 6,000, നവംബർ 30 4,000, ഡിസംബർ 31 2,000. അക്കൗണ്ടിംഗ് ഇയർ ക്ലോസസ് ഓൺ ഡിസംബർ 31. അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 6% ആണ്. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ 1 ജാനുവരിയിൽ 12,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അക്കൗണ്ടിങ്ങിന്റെ അവസാനം 31 ഡിസംബർ ആണ്. അപ്പൊ നമുക്കിവിടെ പീരീഡ് എത്ര വരും? 12 ആണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് കേസിൽ 12 എന്ന് കിട്ടി. അപ്പോൾ 12 ഇൻറ്റു 12,000, അപ്പോൾ 1,44,000. ദെൻ സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് മന്ത് ഫെബ്രുവരി 28 ആണ്. ഫെബ്രുവരി മാസം വേണ്ട, ബാക്കി നമുക്ക് 10 മന്ത്സ് ആണുള്ളത്. 6,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 60,000 കിട്ടും. ദെൻ നെക്സ്റ്റ് 1 ഏപ്രിൽ. അപ്പൊ ഏപ്രിൽ മാസം ഉൾപ്പെടെ നമുക്ക് കൗണ്ട് ചെയ്യണം. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമുക്ക് എത്ര മാസം കിട്ടും? 9 മന്ത്സ് കിട്ടും. ഇപ്പൊ 8,000 ഇൻറ്റു 9 72,000 ഇത് കിട്ടി. ദെൻ 1 ഓഗസ്റ്റ്. അപ്പൊ ഓഗസ്റ്റ് ഉൾപ്പെടെ വേണം നമുക്ക് കൗണ്ട് ചെയ്യാൻ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസമാണ് വരുന്നത്. അപ്പോൾ 6,000 ഇൻറ്റു 5 30,000. ദെൻ 30th നവംബർ. അപ്പൊ നവംബർ വേണ്ട, നമുക്ക് ഡിസംബർ മാത്രമേ ഉള്ളൂ, 1 മാസം. 4,000 തന്നെ വരും. ഡിസംബർ 31 ആയതുകൊണ്ട് അവിടെ നമുക്ക് എമൗണ്ട് ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമുക്ക് ആൻസർ കിട്ടുക 3,10,000 എന്ന് കിട്ടി. ഇനി നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അതായത് 3,10,000 ഇൻറ്റു റേറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 6%. അപ്പൊ 6/100 ഇൻറ്റു 1/12. നമുക്ക് ആൻസർ കിട്ടുക 1,550 ആൻസർ കിട്ടും. അപ്പൊ ഇതാണ് പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഇത് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.